ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന് ജാമ്യമില്ല. കട്ടിളപ്പാളി കേസിൽ കൊല്ലം വിജിലൻസ് കോടതി പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളി. മിഥുൻ സുധാകരൻ ചേരുന്നു. മിഥുൻ, വിനു, കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക കേസിലും മുൻ ദേവസ്വം പ്രസിഡന്റായിട്ടുള്ള എ പത്മകുമാർ പ്രതിയാണ്. ഇതിൽ കട്ടിളപ്പാളി കേസിലാണ് മുൻ ദേവസ്വം പ്രസിഡന്റായിട്ടുള്ള എ പത്മകുമാർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാദം നടന്നു. എന്തായാലും ഇന്ന് ഈ വിധി പറയാനായിട്ട് കേസ് പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതി ജാമ്യമില്ല എന്ന കാര്യം അറിയിക്കുകയായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ്. ഇതിനു മുൻപ് ജാമ്യാപേക്ഷ സമർപ്പിച്ച പ്രതികൾക്ക് ഒന്നും തന്നെ ആർക്കും ജാമ്യം നൽകിയിരുന്നില്ല. അതായത് മുരാരി ബാബു, അതുപോലെ തന്നെ എൻ വാസു, അവരൊക്കെ സമർപ്പിച്ച ജാമ്യാപേക്ഷയും കൊല്ലം വിജിലൻസ് കോടതി തള്ളുകയാണ് ഉണ്ടായത്. സമാനമായ രീതിയിൽ തന്നെ ഇന്ന് കട്ടിളപ്പാളി കേസിൽ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയും കോടതി തള്ളി. തനിക്ക് ഇതിൽ ഈ പങ്കില്ല, അല്ലെങ്കിൽ ഇതൊരു കൂട്ടുത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ട് നടന്നതാണ് ഈ കാര്യങ്ങളെല്ലാം എന്ന കാര്യമാണ് ഈ പത്മകുമാർ ഈ ജാമ്യാപേക്ഷയിലും പറഞ്ഞത്. അതായത് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ബോർഡിൽ എല്ലാവരും അറിഞ്ഞുകൊണ്ട് നടന്നതാണ്. തന്നെ മാത്രം ഇങ്ങനെ പ്രതിയാക്കുന്നു, അല്ലെങ്കിൽ തന്നെ മാത്രം കുറ്റക്കാരനാക്കുന്നതിലെ ഒരു അമർഷം കൂടിയാണ് ഈ ജാമ്യാപേക്ഷയിലും പത്മകുമാർ പറഞ്ഞത്. ഇങ്ങനെ ഒറ്റയ്ക്ക് പ്രതിയാക്കുന്നതിലെ ഒരു കാര്യങ്ങൾ ജാമ്യാപേക്ഷയിൽ പത്മകുമാർ ചൂണ്ടിക്കാട്ടി. അതെല്ലാമാണ് കോടതി പരിഗണിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വാദം നടന്നു. പക്ഷേ ഈ SIT വലിയ രീതിയിൽ വാദിച്ചു. പ്രോസിക്യൂഷൻ വാദിച്ചത് ഈ സ്വർണ്ണപ്പാളികൾ, ഈ കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് കൈമാറിയതിലും, അതുപോലെ തന്നെ ഇതിൽ ഈ രേഖകൾ തിരുത്തിയതിലും, അതായത് സ്വർണം ചെമ്പെന്ന് തിരുത്തിയതിലും ഒക്കെ വലിയ രീതിയിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിൽ പത്മകുമാറിന് വലിയ പങ്ക്. ശബരിമലയിലെ അയ്യന്റെ പൊന്നു കെട്ടത്, അതില് പത്മകുമാറിനെതിരെ 2 കേസുകളാ. ഒന്ന് കട്ടിളപ്പാളി അടിച്ചു മാറ്റിയത്, മറ്റേത് ദ്വാരപാളികൾ അടിച്ചു മാറ്റിയത്. ഈ 2 കേസിലും പത്മകുമാറിന് പ്രതി തന്നെയാണ്. ആ പത്മകുമാറിന് ജാമ്യമില്ല. ഇന്നും കോടതിയിൽ, വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷയുമായി പോയ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമുണ്ട്. 1-ാം കേസിലും 2-ാം കേസിലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിലില്ല. പത്മകുമാറിന് ജാമ്യമില്ല. പത്മകുമാർ അരിക്കകത്താണ്. അകത്ത് കിടക്ക്, അകത്ത് തന്നെ കിടക്ക് എന്നാണ് കോടതി പറയുന്നത്. പക്ഷേ ആ പത്മകുമാർ ഇപ്പോഴും മുൻ CPM-ന്റെ MLA, മുൻ DYFI വൈസ് പ്രസിഡന്റ്, ആ പത്മകുമാർ ഇപ്പോഴും CPM-ന്റെ അംഗത്വത്തിലുണ്ട്, CPM-ന്റെ സെക്രട്ടേറിയറ്റിലുണ്ട്, ഒക്കെയുണ്ട്. അപ്പോ ചുരുക്കി പറഞ്ഞാല് പത്മകുമാറിന്റെ ഒരു ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അയ്യന്റെ പൊന്നു കെട്ടവനെ അയ്യപ്പൻ വെറുതെ വിടുക ഇല്ലല്ലോ. അപ്പോ അയ്യന്റെ പൊന്നു കെട്ടവൻ ജാമ്യാപേക്ഷയുമായി നിരന്തരം കോടതിക്ക് മുന്നിൽ വരികയാണ്. പക്ഷെ കോടതി കനിയുന്നില്ല. കാരണം എന്താ? അയ്യന്റെ പൊന്നാണ് കട്ടത്. അത് ആരാ കട്ടതെന്ന് ചോദിച്ചാൽ അത് സഖാവ് പത്മകുമാറാണ്, എന്റെ പൊന്നയ്യപ്പ എന്ന് പറയേണ്ടി വരികയാണ്. ചുരുക്കി പറഞ്ഞാല് പത്മകുമാറിന് ജാമ്യമില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലോ ഒരു കേസിൽ ജാമ്യമുണ്ട്, മറ്റൊരു കേസിൽ നോട്ട് ടു അറസ്റ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുണ്ടായി? അതുകൊണ്ട് തന്നെ ഇന്നലെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് വോട്ട് ചെയ്യാനെത്തി, വോട്ട് ചെയ്തു, MLA ഓഫീസിൽ പോയി, ജനങ്ങളെ കണ്ടു, ഒക്കെ ചെയ്തു. എന്ന് പറഞ്ഞാൽ രാഹുൽ അങ്ങനെ പാറി പറന്ന് നടക്കുകയാണ് പാലക്കാടിന്റെ മണ്ണിൽ. അതിനിടയിൽ രാഹുൽ അടൂരിലെ വീട്ടിലേക്കാണോ ഇനി മറ്റ് വേറെ വല്ലയിടത്തേക്ക് വേണമെന്നറിയില്ല, ഇന്നലെ രാത്രി പോയിരുന്നു. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടം ഹൈക്കോടതിയിലെ തന്റെ അഭിഭാഷകൻ രാജീവിനെ കണ്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് രാഹുലിന് ജാമ്യമുണ്ട്, പത്മകുമാറിന് ജാമ്യമില്ല. കടക്ക് പുറത്ത് എന്നല്ല കോടതി പറഞ്ഞത്, കടക്ക് അകത്ത്. പത്മകുമാറെ അയ്യന്റെ പൊന്നുകള, നീ കടക്കകത്ത് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോ ഇന്നലെ നിങ്ങൾ ചിലപ്പോ സഖാക്കളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കടക്ക് അകത്ത്. മനസ്സിലായില്ലേ? ഈവൻ പിരായിരിയിലെ MLA സരിന്റെ പ്രൊഫൈൽ ചിത്രം ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കി നിങ്ങൾ. കടക്ക് അകത്ത് എന്നാണ് പറയുന്നത്. കടക്കകത്ത് ആരാണ് കടക്കേണ്ടത് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും കോടതി പറയുന്നത് സഖാക്കൾ കടക്ക് അകത്ത് എന്ന് തന്നെയാണ്. സഖാക്കളുടെ പ്രൊഫൈൽ ചിത്രം അത് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് കോടതിയുടെ ഇടപെടലുകൾ വരുന്നത്. സരിൻ പറയുന്നുണ്ട്, സരിന്റെ ഈ പറയുന്ന പ്രൊഫൈൽ ചിത്രം എന്ന് പറയുന്നത് ലൈംഗിക കുറ്റവാളികൾ കിടക്ക് അകത്ത് എന്നാണ് പറയുന്നത്.
ആ ലൈംഗിക കുറ്റവാളികൾ കിടക്ക് അകത്ത് എന്ന് പറഞ്ഞാൽ അതും സരിൻ പറയുന്നത് ശരിയാണ് അല്ലെ? ലൈംഗിക കുറ്റവാളികൾ അകത്ത് തന്നെയാണ് കിടക്കുന്നത്. ഒരാൾ കിടക്കുന്നത് ക്ലിഫ് ഹൗസില് മുഖ്യമന്ത്രിയുടെ വീടിനകത്താണ്, മറ്റൊരാൾ കിടക്കുന്നത് ക്ലിഫ് ഹൗസില് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്, മറ്റൊരാൾ കിടക്കുന്നത് MLA ഹോസ്റ്റലിലാണ്, മറ്റു ചിലരൊക്കെ കിടക്കുന്നത് AKG സെന്ററിലാണ്. എല്ലാരും അകത്ത് തന്നെയാണ് കിടക്കുന്നത്. പിന്നെ പത്മകുമാറും അമ്പലക്കള്ളന്മാര് കിടക്കുന്നത് അത് ജയിലിനകത്തുമാണ് അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കിടക്കകത്ത് എന്ന് സരിൻ പറയുമ്പോ കോടതിയും പറയുകയാണ് നിങ്ങൾ അകത്ത് തന്നെ കിടക്ക്, നിങ്ങൾ പുറത്തിറങ്ങാറായിട്ടില്ല, കാരണം കട്ടുകൊണ്ടുപോയത് അയ്യന്റെ പൊന്നാണെന്ന് ആര് പറയുന്നു? കോടതി പറയുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് കോടതി എന്താ പറയുന്നത്? ആ രാഹുലേ, നീ പോയി ഒന്ന് കറങ്ങി, പാലക്കാടൊക്കെ ഒന്ന് കറങ്ങി വോട്ടൊക്കെ ചെയ്ത് സാവകാശം കേരളത്തിൽ അങ്ങനെ നിരുപാധികം ആനന്ദിച്ചുല്ലസിച്ച് നടക്കൂ എന്ന് രാഹുലിനോട് കോടതി പറയുന്നു. അയ്യന്റെ പൊന്നുകള്ളന്മാരോട് സഖാക്കളും പറയുന്നു കടക്കകത്ത് എന്ന്, കോടതിയും പറയുന്നു കടക്കകത്ത് എന്ന്. പിന്നെ ലൈംഗിക കുറ്റവാളികളോട് ഈ പറയുന്ന സരിൻ പറയുന്നു കടക്ക് അകത്ത്. യെസ്, അകത്ത് തന്നെയാണ് കിടക്കുന്നത് അല്ലെ? മുഹമ്മദ് റിയാസ് കിടക്കുന്നത് എവിടെയാ? ക്ലിഫ് ഹൗസിന്. മുഹമ്മദ് റിയാസ് കിടക്കുന്നത് എവിടെയാ? ക്ലിഫ് ഹൗസിനകത്ത്. P ശശി കിടക്കുന്നത് എവിടെയാ? മുഖ്യമന്ത്രിയുടെ ഓഫീസില് അല്ലെ? മുകേഷ് കിടക്കുന്നത് എവിടെയാ? MLA ഹോസ്റ്റലില് അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ വേറെ കുറെ ആളുകളുണ്ട്, അവര് കിടക്കുന്നത് എവിടെയാ? AKG സെന്ററില്. പിന്നെ അമ്പലക്കള്ളന്മാരുണ്ട്. ആരൊക്കെയാ? ഈ പറയുന്ന പത്മകുമാറും N വാസുവും മുരാരി ബാബുവും സഖാക്കളായിട്ടുള്ള അമ്പലക്കള്ളന്മാർ അവര് ജയിലിനകത്തും. ചുരുക്കി പറഞ്ഞ അകത്ത് തന്നെയാണ് എല്ലാവരും കിടക്കുന്നത്. എന്താണെങ്കിലും സഖാക്കളുടെ പ്രൊഫൈൽ ചിത്രം അത് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് കോടതിയുടെ വിധിയും വരുന്നത്. അപ്പോ എനിക്കിപ്പോ വല്ലാത്തൊരു സഹതാപമാണ് ഈ സഖാക്കളോട് തോന്നുന്നത്. കാരണം ഇവര് വലിയ പ്രൊഫൈൽ ചിത്രമൊക്കെ കൊണ്ടുവച്ച് നടക്കുന്നുണ്ടെങ്കിലും രാഹുൽ ഇന്ന് വരെ അകത്ത് കടന്നിട്ടില്ല. മനസ്സിലായില്ലേ? രാഹുൽ ഇന്ന് വരെ അകത്ത് കടന്നിട്ടില്ല. തൂക്കിയെടുത്ത് അകത്തിടാൻ പല ശ്രമങ്ങളും ഉണ്ടായെങ്കിലും അതൊന്നും നടന്നില്ല എന്നുള്ളതാണ്. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഖാക്കള് രാഹുലിനെ അങ്ങനെ അങ്ങ് അകത്തിടാൻ അവരത്ര ഉത്സാഹിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ രാഹുലിനെ പണ്ടപ്പോ തൂക്കിയെടുത്ത് ഇവർ അകത്തിട്ടേനെ. അപ്പോ ഇവർക്ക് അത്ര വലിയ ഉത്സാഹമൊന്നും ഉണ്ടായിട്ടില്ല രാഹുലിനെ അകത്തിടാൻ. എന്താണെങ്കിലും അവർക്ക് അതിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ മുകളിൽ നിന്നുള്ള ചില നിർദ്ദേശങ്ങൾ രാഹുലിനെ തൂക്കിയെടുത്ത് അകത്തിടണ്ട എന്നാണ്. പക്ഷെ അടിമകൾക്ക് ആ കാര്യം അറിയില്ല. അടിമകൾ ഇത്തരത്തില് പ്രൊഫൈൽ ചിത്രവും ഒക്കെ വെച്ച് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. രാഹുൽ എന്താണെങ്കിലും അഴിക്കുള്ളിൽ കിടന്നിട്ടില്ല. രാഹുൽ ഇന്നലെ വന്നു, വോട്ട് ചെയ്തു, പാലക്കാട്ടെ ജനങ്ങളെ കണ്ടു, MLA ഓഫീസിൽ ചെന്നു. അവിടെ ചില പറയുന്ന പരാതിയുമായി വന്ന പാലക്കാട്ടെ ജനങ്ങളുണ്ടായിരുന്നു. ചില നിവേദനങ്ങളൊക്കെ ആയി വന്ന പാലക്കാട്ടെ ജനങ്ങളുണ്ടായിരുന്നു. അവരെയൊക്കെ ഒന്ന് വന്ന് കണ്ടു, അവരോടൊക്കെ സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ഉഷാറാക്കിയിട്ടുണ്ട്. അതാണ് രാഹുലിന്റെ അവസ്ഥ. എന്നാൽ പത്മകുമാർ ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, ഇനി ആ ഒരു ആനുകൂല്യത്തില് വല്ലതും ലഭിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പത്മകുമാർ ഇന്ന് വിജിലൻസ് കോടതിയിൽ പോയത്. വിജിലൻസ് കോടതി എല്ലാം കേൾക്കുകയൊക്കെ ചെയ്തു. പക്ഷെ വിജിലൻസ് കോടതി അവസാനം ഒരൊറ്റ വാക്ക്, എന്താ വാക്ക്? കിടക്ക് അകത്ത്, അകത്ത് തന്നെ കിടക്ക്, പുറത്തിറങ്ങാറായിട്ടില്ല എന്നാണ് പത്മകുമാറിനോട് പറയുന്നത്. എന്നിടയിൽ പത്മകുമാർ പലതും പറഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. പത്മകുമാർ പറഞ്ഞത് ഇതിൽ ഞാൻ മാത്രമല്ല, ഞാനും ഉണ്ട്, കക്കാൻ ഞാനും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഞാൻ ഒറ്റക്കല്ല കട്ടത് എന്നാണ് പത്മകുമാർ പറയുന്നത്. കോടതി പറഞ്ഞ് ഓക്കെ, കൂട്ടുപ്രതികളൊക്കെ നമുക്ക് വഴിയെ താമസിയാതെ എത്തിക്കാം, തൽക്കാലം താങ്കൾ അകത്ത് തന്നെ കിടക്ക് എന്നാണ് പത്മകുമാറിനോട് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം N വാസു ഇതേപോലെ ജാമ്യാപേക്ഷയുമായി പോയപ്പോ വാസു പറഞ്ഞത് എന്താണ്? വാസു പറഞ്ഞ് എനിക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ പ്രായമായിട്ടുണ്ട്, ശാരീരികമായ പ്രശ്നങ്ങളുണ്ട്, വാർദ്ധക്യ സഹജമായ കാര്യങ്ങളൊക്കെ ഉണ്ട്, അസുഖങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ജാമ്യം തരണം എന്നാ പറഞ്ഞത്. അപ്പൊ കോടതി തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. എന്താ കോടതി ചോദിച്ചത്? വാസുവിനോട് ചോദിച്ചു, അയ്യന്റെ പൊന്നു കക്കുമ്പോ ഈ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളൊന്നും ഉണ്ടായില്ലേ എന്നുള്ളൊരു ചോദ്യം. തികച്ചും ന്യായമായ ചോദ്യമാണ് കോടതി ചോദിച്ചത് അല്ലെ?
അയ്യന്റെ പൊന്നു കേൾക്കുമ്പോ ഈ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളൊന്നും ഉണ്ടായില്ലേ എന്നുള്ള ന്യായമായ ഒരു ചോദ്യം കോടതി മുന്നോട്ട് വെച്ചു. പിന്നെ വാസു ഒന്നും മിണ്ടിയില്ല. കാരണം വാസുവിന് മനസ്സിലായിട്ടുണ്ട് അയ്യന്റെ പൊന്നില് തൊട്ട് കളിച്ചത് അത് വല്ലാത്ത പണിയായി എന്നുള്ളത് വാസുവിനും മനസ്സിലായിട്ടുണ്ട്, പത്മകുമാറിനും മനസ്സിലായിട്ടുണ്ട്. പത്മകുമാർ ഇപ്പോ ഇന്ന് ഈ ജാമ്യാപേക്ഷ നൽകുമ്പോ അതിൽ ഒരു വരി പോലും താൻ നിരപരാധിയാണെന്നോ താൻ ചെയ്തിട്ടില്ല എന്നൊന്നും പത്മകുമാർ പറയുന്നില്ല. പത്മകുമാർ പറഞ്ഞെന്താ, ഞാനും ഉണ്ടയില്ലേ, പക്ഷെ ഞാൻ മാത്രമല്ല ഉള്ളത് എന്ന് പറഞ്ഞാൽ എന്നെ ഒറ്റക്ക് പൂട്ടാനുള്ള പണിയാണ് ഇപ്പൊ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ മാത്രമല്ല ഉള്ളത് എന്നാണ് പത്മകുമാർ പറയുന്നത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പോ വരും ദിവസങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞില്ലേ, ഇനി വരും ദിവസങ്ങളിൽ പത്മകുമാർ പറയും ആരൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത് എന്ന്. അപ്പോ അതിനനുസരിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ ആ ഘോഷയാത്രയിലെ അടുത്ത ആളുകൾ ജയിലഴിക്കുള്ളിലേക്ക് നടന്ന് കയറുമെന്നുള്ളതിൽ ഒരു തർക്കവും നിങ്ങൾക്കാർക്കും വേണ്ട.